ഓരോ ദിവസവും ലോകത്ത് യുദ്ധതന്ത്രങ്ങൾ മാറി മറിയുകയാണ്. ആയുധങ്ങളുടെ ബലവും അതുപോലെ തന്നെ പുതിയ ആയുധങ്ങളും നിർമ്മിക്കുകയാണ്. ഒരു കാലത്ത് പ്രതിരോധ ആവശ്യങ്ങൾക്കായിട്ട് അർമേനിയ ആശ്രയിച്ചിരുന്നത് റഷ്യയാണ്. ഇന്ന് ഇന്ത്യയെ തങ്ങളുടെ ഏറ്റവും വിശ്വസ്തരായ സൈനിക പങ്കാളിയായി സ്വീകരിച്ചിരിക്കുന്നു. ചരിത്രപരമായുള്ള ഒരു ചരിത്ര ബന്ധം, അതായത് റഷ്യയുമായുള്ള ചരിത്രപരമായ ബന്ധം നിലനിൽക്കെ തന്നെ ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ ഇന്ത്യയുടെ കരുത്ത് തേടുകയാണ് അർമേനിയ. ഇന്ത്യൻ പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ ആഗോള തലത്തിലുള്ള വളർച്ചയുടെ ഉത്തമ ഉദാഹരണമാണ് അർമേനിയയുമായുള്ള ബന്ധം. ഇന്ത്യയിൽ നിന്ന് പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറുകളും ആകാശ് മിസൈൽ സംവിധാനങ്ങളും വാങ്ങുന്നതിലൂടെ അർമേനിയൻ സൈന്യം അഭൂതപൂർവമായ പ്രഹരണശേഷിയാണ് കൈവരിച്ചിട്ടുള്ളത്. ഇത് ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങളുടെ വിശ്വാസ്യത ലോകത്തിന് കാട്ടിക്കൊടുക്കുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച റോക്കറ്റ് ലോഞ്ചറുകളിൽ ഒന്നായ പിനാക്ക സ്വന്തമാക്കിയതോടെ അർമേനിയ പീരങ്കിപ്പടയുടെ മുഖച്ഛായയായി മാറി. അതിവേഗത്തിൽ ശത്രുപാളയത്തിലേക്ക് അഗ്നിവർഷം നടത്താൻ ശേഷിയുള്ള ഈ ഇന്ത്യൻ കരുത്ത് അർമേനിയൻ അതിർത്തികളിൽ വലിയ സുരക്ഷാ കവചമാണ് ഒരുക്കുന്നത്. ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ മികവ് ഇവിടെ തെളിയുകയാണ്. വ്യോമാക്രമണങ്ങളെ ചെറുക്കാൻ ഇന്ത്യയുടെ സ്വന്തം ആകാശ് 1S മിസൈൽ സംവിധാനമാണ് അർമേനിയ തിരഞ്ഞെടുത്തത്. ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യങ്ങളെ തകർക്കാൻ ശേഷിയുള്ള ഈ സംവിധാനം അർമേനിയൻ ആകാശത്തെ ശത്രുക്കളിൽ നിന്നും സംരക്ഷിക്കുന്നു. ഇന്ത്യയുടെ തദ്ദേശീയ സാങ്കേതിക വിദ്യ എങ്ങനെ ഒരു രാജ്യത്തിന്റെ പ്രതിരോധ നട്ടലായി മാറുന്നു എന്നതിന്റെ തെളിവാണിത്. അർമേനിയയുടെ പക്കലുള്ള റഷ്യൻ നിർമ്മിത സുഖോയ് 30 വിമാനങ്ങൾ ഇന്ത്യൻ നിലവാരത്തിലേക്ക് നവീകരിക്കാനുള്ള നീക്കം ശ്രദ്ധേയമാണ്. റഷ്യൻ വിമാനങ്ങളിൽ അത്യാധുനിക ഇന്ത്യൻ ഇലക്ട്രോണിക് സംവിധാനങ്ങളും ആയുധങ്ങളും സംയോജിപ്പിക്കുന്നത് വഴി വിമാനങ്ങളുടെ ശേഷി ഇരട്ടിയാകും. ഇത് റഷ്യൻ ഇന്ത്യ സാങ്കേതിക വിദ്യകളുടെ മനോഹരമായ ഒരു സംയോജനമാണ്. ഫ്രാൻസിന് പിന്നാലെ അർമേനിയയുടെ രണ്ടാമത്തെ വലിയ ആയുധ വിതരണക്കാരായി ഇന്ത്യ മാറിയിരിക്കുകയാണ്. ഇത് ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതിയിൽ 1ാം സ്ഥാനത്താണ് അർമേനിയ. കേവലം ഒരു കച്ചവടത്തിനപ്പുറം രണ്ടാം ജനാധിപത്യ രാജ്യങ്ങൾ തമ്മിലുള്ള തന്ത്രപരമായ സുരക്ഷാ ബന്ധമായി ഇത് വളർന്നിരിക്കുകയാണ്. മുമ്പ് 90% ആയുധങ്ങളും റഷ്യയിൽ നിന്ന് വാങ്ങിയിരുന്ന അർമേനിയ ഇന്ന് ആ വിഹിതം 10% കുറച്ചിരിക്കുകയാണ്. ശത്രുക്കളുടെ പീരങ്കി സ്ഥാനങ്ങൾ കൃത്യമായി കണ്ടെത്താൻ സഹായിക്കുന്ന ഇന്ത്യയുടെ സ്വാതി ആയുധങ്ങൾ, അത് ലൊക്കേറ്ററിംഗ് റഡാറുകൾ അർമേനിയ സൈന്യത്തിന് വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ്. കൂടാതെ മിസൈലുകൾ കൂടി അർമേനിയ ആസ്രണിൽ നിന്നും എത്തുന്നതോടെ മേഖലയിൽ സൈനിക സന്തുലിതാവസ്ഥ ഇന്ത്യക്ക് അനുകൂലമായി മാറും. റഷ്യയുടെ സ്വാധീന വലയത്തിൽ നിന്ന് മാറി ഇന്ത്യയും ഫ്രാൻസിനെയും കൂടെ കൂട്ടുപിടിച്ച് ഒരു മൾട്ടി പാർട്ട്ണർ സുരക്ഷാ സംവിധാനത്തിലേക്കാണ് അർമേനിയ നീങ്ങുന്നത്. ഇത് അർമേനിയയുടെ പരമാധികാരം ഉയർത്തിപ്പിടിക്കുന്നതിനോടൊപ്പം ഇന്ത്യൻ ആയുധ വിപണിക്ക് ആഗോളതലത്തിൽ വലിയ അംഗീകാരം നേടിക്കൊടുക്കുകയും ചെയ്യുന്നു. അർമേനിയയുടെ ഈ മാറ്റം ഇന്ത്യയുടെ പ്രതിരോധ നയതന്ത്രത്തിന്റെ വലിയ വിജയമാണ്. റഷ്യയെ പടക്കാതെ തന്നെ ഒരു പുതിയ മേഖലയിൽ ഇന്ത്യ സ്വാധീനം ഉറപ്പിക്കുകയാണ്. ലോകോത്തര നിലവാരമുള്ള ആയുധങ്ങൾ കൃത്യസമയത്ത് നൽകുന്നതിലൂടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കരുത്ത് ആഗോളതലത്തിൽ വിളിച്ചോതുകയാണ് ഈ പ്രതിരോധ ഇടപാടുകൾ.